some light questions from alternating currents. AC. First one. A 50 cycles per second voltage of amplitude 120 volts is applied to a pure resistance of 20 ohm. A. First part. Find the equivalent DC values of voltage and current. B. Power dissipated. C. Instantaneous voltage and current. ഇവിടെ വോൾട്ടേജ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ പീക്ക് വാല്യൂ V0 120 വോൾട്ട് എന്ന് തന്നിട്ടുണ്ട്. 50 സൈക്കിൾസ് പെർ സെക്കൻഡ് ഫ്രീക്വൻസി എഫ് ഈസ് 50 സൈക്കിൾസ് എങ്കിൽ അതിൻ്റെ ഒമേഗ എന്ന് പറഞ്ഞാൽ 2πf, ദറ്റ് ഈസ് 2π ഇൻറ്റു 50 ഓർ 100π റേഡിയൻ പെർ സെക്കൻഡ്. ഈ I0 റെസിസ്റ്റൻസ് മാത്രമേ ഉള്ള I0 ഈക്വൽസ് V0/R. ഇതാ പീക്ക് കറണ്ട്, മാക്സിമം കറണ്ട്. That is 120 by 20, that is 6 ampere. ഇതാണ് പീക്ക് കറണ്ട്. എങ്കിൽ ഡി സി ഈക്വലൻ്റ് എന്ന് പറയുന്നത് ഈ RMS വാല്യൂ എന്ന് പറയുന്നത് ചുരുക്കത്തിൽ IRMS VRMS കാണാനാണ്. അപ്പോൾ RMS വോൾട്ടേജ് അല്ല, DC ഈക്വലൻ്റ് വോൾട്ടേജ് VRMS ക്യാപിറ്റൽ V എന്ന് മാത്രം എഴുതി RMS എന്ന് അർത്ഥം, അല്ല DC ഈക്വലൻ്റ്. V ഈക്വൽസ് V0/√2 equals 120/√2, that is 60√2 volts. ഇതുപോലെ IRMS DC equivalent of current IRMS equals I0/√2 equals 6/√2 or 3√2 ampere. റെസിസ്റ്റൻസ് മാത്രമേ ഉള്ള പവർ P ഈക്വൽസ് VRMS ഇൻറ്റു IRMS ആണ്. അപ്പോൾ 60√2 ഇൻറ്റു 3√2, ദറ്റ് ഈസ് 360 വാട്ട്സ്. മറ്റു സർക്യൂട്ടൊക്കെ ആകുമ്പോൾ VI cos തീറ്റ എന്ന് വരും. റെസിസ്റ്റൻസ് മാത്രമേ ഉള്ള തീറ്റ 0 കറണ്ടും വോൾട്ടേജും സെയിം ഫേസിൽ. ഇപ്പോൾ പവർ VI. AC RMS AC പവർ സർക്യൂട്ടെല്ലാം പോസ്റ്റിങ്ങിലുണ്ട്. ഇൻഡക്ഷൻ ആൻഡ് AC പ്ലേലിസ്റ്റിലോ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളത് നമുക്ക് പഠിക്കാം. അനദർ വൺ ആൻഡ് C പാർട്ട് ഇൻസ്റ്റൻറ്റേനിയസ് കറണ്ട് വോൾട്ടേജും കറണ്ടും ചോദിച്ചിട്ടുണ്ട്. ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ എന്ന് പറഞ്ഞാൽ വോൾട്ടേജിൻ്റെ V ഈക്വൽ V0 sin ωt. അപ്പോൾ V ഈക്വൽ ഇവിടെ V0 120 ഇൻറ്റു സൈൻ ഒമേഗ ഈസ് 100π എന്ന് മുമ്പേ എടുത്തു ഇൻറ്റു T. ഇതാ ഇൻസ്റ്റൻറ്റേനിയസ് വോൾട്ടേജ്. ഇൻസ്റ്റൻറ്റേനിയസ് കറണ്ട് റെസിസ്റ്റൻസ് മാത്രമുള്ള കറണ്ട് വോൾട്ടേജ് സെയിം ഫേസിലാണ്. അപ്പോൾ I ഈക്വൽസ് I0 sin ωt. ഇവിടുത്തെ ωt തന്നെ ഇവിടെ മാറും. I ഈക്വൽസ് I0 6 ആംപിയർ എന്ന് കിട്ടി. 6 sin 100πt ഇൻ 100πt. ഇതാണ് ഇൻസ്റ്റൻറ്റേനിയസ് വോൾട്ടേജ്, ഇത് ഇൻസ്റ്റൻറ്റേനിയസ് കറണ്ട്. അപ്പോൾ ആ ചോദ്യമെല്ലാം ആയി. അനദർ വൺ. A pure inductance of 0.2 Henry is placed across, connected across a 400 cycles per second voltage source of peak value 120 volt. Find the peak current, RMS current and power dissipation. പ്യുവർ ഇൻഡക്റ്റൻസ് ഓഫ് 0.2 ഹെൻറി എന്ന് പറഞ്ഞാൽ സെൽഫ് ഇൻഡക്റ്റൻസ് L ഈക്വൽസ് 0.2 ഹെൻറി. ഫ്രീക്വൻസി ഓഫ് ദി AC തന്നിട്ടുണ്ട് 400 സൈക്കിൾസ് പെർ സെക്കൻഡ്. എങ്കിൽ ഒമേഗ കാണാൻ 2πf, ദറ്റ് ഈസ് 2π ഇൻറ്റു 400 ഓർ 800π. എങ്കിൽ കോയിലിൻ്റെ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് XL ഈക്വൽസ് ഒമേഗ L ഈക്വൽസ് 800π ഇൻറ്റു 0.2, that is 160π ohm. V0 തന്നിട്ടുണ്ട് 120 വോൾട്ട്സ്. ഇവിടെ I0 എന്ന് പറഞ്ഞാൽ V0/XL, that is 120/XL is 160π. ആൻസർ ഈസ് 0.24 ആംപിയർ എന്ന് വരും. ഇതാ പീക്ക് കറണ്ട്. ഇനി പീക്ക് വോൾട്ടേജ്
RMS voltage V equals V0 by root 2, that is 120 by root 2 or 60 root 2 volts. Peak current I equals I0 by root 2 equals I0.24 ampere എന്ന് കിട്ടി by root 2, that is 0.12 root 2 ampere. അപ്പോൾ RMS വാല്യൂസ് ആയി. ഇനി ഇവിടെ പ്യുവർ ഇൻഡക്റ്റൻസിൽ വോൾട്ടേജ് ലീഡ്സ് ഓൺ കറണ്ട് by 90 degree. അല്ലെ ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ് കറണ്ട് ഈസ് 90 degree, theta 90. എങ്കിൽ പവറിനുള്ള ഇക്വേഷൻ VI cos theta എന്നാണ്. പവർ P ഈക്വൽസ് VI cos theta. ഇവിടെ theta 90, അപ്പോൾ VI cos 90. cos 90 0 ആയതുകൊണ്ട് പവർ ഡിസിപ്പേറ്റഡ് ഈസ് 0. പ്യുവർ കപ്പാസിറ്ററിലും പ്യുവർ ഇൻഡക്റ്റൻസ് സർക്യൂട്ടിലും പവർ ചിലവാകില്ല. ഇതൊക്കെ നേരത്തെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അതെല്ലാം നോക്കി മനസ്സിലാക്കണം. അനദർ വൺ, an AC voltage is given by the equation V equals 30 sin omega t plus 40 cos omega t. Find the peak voltage and RMS voltage. ഇവിടെ തന്നിരിക്കുന്നത് അപ്ലൈഡ് വോൾട്ടേജ് V ഈക്വൽസ് 30 sin omega t പ്ലസ് 40 cos omega t ആണ്. ഇത് പല രീതിയിൽ മനസ്സിലാക്കാം. നിങ്ങൾ സിമ്പിൾ ഹാർമോണിക് മോഷനൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനൊരു ഇക്വേഷൻ വന്നാൽ X ഈക്വൽസ് A sin omega t പ്ലസ് B cos omega t എന്ന് പറഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ് സ്ക്വയർ റൂട്ട് ഓഫ് A സ്ക്വയർ പ്ലസ് B സ്ക്വയർ. അതല്ല എങ്കിൽ ഇത് സൈനും ഇത് കോസും ആകുമ്പോൾ തമ്മിൽ 90 ഡിഗ്രി ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരെണ്ണം ഹൊറിസോണ്ടലായിട്ട് വരച്ചാൽ മറ്റേത് വെർട്ടിക്കലായിട്ടാണ് വരയ്ക്കേണ്ടത് 90 ഡിഗ്രി. എങ്കിൽ ടോട്ടൽ എടുക്കുമ്പോൾ ഹൈപ്പോട്ട്ന്യൂസാണ്. അങ്ങനെ മനസ്സിലാക്കുകയും ചെയ്യാം. അപ്പോൾ അതാ പീക്ക് വോൾട്ടേജ്. അപ്പോൾ പീക്ക് വോൾട്ടേജ് V0 ഈക്വൽ സ്ക്വയർ റൂട്ട് ഓഫ് ഇവിടെ കാണുന്ന നമ്പറിൻ്റെ സ്ക്വയർ പ്ലസ് കോസിൻ്റെ കൂടെ വരുന്ന നമ്പർ സ്ക്വയർ, ദറ്റ് ഈസ് 50 വോൾട്ട്. ഇതാണ് V0 വോൾട്ടേജ് ആംപ്ലിറ്റ്യൂഡ് അല്ലെ പീക്ക് വാല്യൂ. എങ്കിൽ RMS വാല്യൂ V ഈക്വൽ V0 by root 2, that is 50 by root 2 or 25 root 2. SH നോക്കുക, ഇടയ്ക്കടുത്ത് നോക്ക്. +1 പാർട്ടിലെ പോസ്റ്റ് പ്ലേലിസ്റ്റിലുണ്ട്. ഇതുപോലുള്ളതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് കാണിച്ചിട്ടുണ്ട്. Another one, actual power consumed by an AC circuit is 60 watts, 60 watts, while the apparent power is 100 watts. Find A, power factor of the circuit, B, power saved by the circuit. രണ്ട് രീതിയിൽ ഇത് ചെയ്യാം. ഞാൻ ഈ പവർ ട്രയാങ്കിൾ എന്നും പറഞ്ഞ് AC-യുടെ പോസ്റ്റിങ്ങിൽ കൊടുത്തിട്ടുണ്ട്. ഇൻഡക്ഷൻ ആൻഡ് AC പ്ലേലിസ്റ്റിലുണ്ടോ. ഒരു റൈറ്റ് ആംഗിളിൻ്റെ ട്രയാങ്കിൾ വരയ്ക്കുക. ഇത് റിയൽ പവർ അല്ലെ ആക്ച്വൽ പവർ കൺസ്യൂംഡ് ബേസ്. എങ്കിൽ ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് സേവ്ഡ് പവറാണ് അല്ലെ ഐഡിൽ പവർ എന്ന് പറയും. ചിലവാകാതെ വരുന്ന പവറാണ്. സോഴ്സ് കൊടുത്തിട്ട് അത് എടുക്കാതെ മിച്ചം ചിലവാക്കിയിട്ട് ബാക്കി വരുന്ന പവറാണ്. ഇനി ഐഡിൽ കമ്പോണൻ്റ് എന്ന് പറയും. ഇത് അപ്പാരൻറ്റ് പവർ. നമുക്കറിയാം റിയൽ പവറിനുള്ള ഇക്വേഷൻ VI cos theta എന്നാണ്. VI എന്ന് പറഞ്ഞാൽ അത് അപ്പാരൻറ്റ് പവർ. റിയൽ പവർ PR ഈക്വൽസ് അപ്പാരൻറ്റ് പവർ ഇൻറ്റു cos theta. ഇത് AC സർക്യൂട്ടിൻ്റെ ജനറൽ പവർ ഇക്വേഷൻ. cos thetaയ്ക്ക് പറയുന്ന പേരാ പവർ ഫാക്ടർ. അപ്പോൾ പവർ ഫാക്ടർ ചോദിച്ചിട്ടുണ്ട്. cos theta ഈസ് ഇവിടുന്ന് cos theta ഈസ് PR by PA. റിയൽ പവർ ചിലവാക്കിയ പവറാണ് 60 വാട്ട്സ് ബൈ അപ്പാരൻറ്റ് പവർ 100, ദറ്റ് ഈസ് 0.6. ഇനി സേവ്ഡ് പവർ ചിലവാകാത്ത പവർ അല്ലെ ഐഡിൽ പവർ P ഐഡിൽ എന്ന് പറയുന്ന VI sin theta. VI sin theta
വാറ്റ് ഫുൾ കമ്പോണൻ്റ്, വാറ്റ് ലെസ് കമ്പോണൻ്റ് എന്നൊക്കെ പറഞ്ഞ് ഐ സൈൻ തീറ്റ, ഐ കോസ് തീറ്റ. ഐ കോസ് തീറ്റ വാറ്റ് ഫുൾ കമ്പോണൻ്റ്, ഐ സൈൻ തീറ്റ വാറ്റ് ലെസ് കമ്പോണൻ്റ്. അതിൻ്റെ കൂടെ വോൾട്ടേജ് കൊണ്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതായി വി ഐ സൈൻ തീറ്റ ചിലവാകാതെ മൊത്തം പവർ. റെസിസ്റ്റൻസിൽ അത് വരില്ല, മുഴുവൻ അപ്ലൈഡ് പവറും അത് ചിലവാക്കും, ഹീറ്റായിട്ട് പുറത്ത് വിടും. കപ്പാസിറ്റർ, ഇൻഡക്റ്റൻസ്, റെസിസ്റ്റൻസിൻ്റെ കൂടെ ഒക്കെ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ച് പവർ നമുക്ക് ലാഭമുണ്ടാവും. അപ്പോൾ ഇത് ഐഡിയൽ പവർ പി എ സൈൻ തീറ്റയാണ്. രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന് പി എ ഇൻറ്റു റൂട്ട് ഓഫ് സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് 1 - കോസ് സ്ക്വയർ തീറ്റ. പി എ എന്ന് പറഞ്ഞാൽ 100 ഇൻറ്റു റൂട്ട് ഓഫ് 1 - 0.6 സ്ക്വയർ. കോസ് തീറ്റ 0.6 എന്ന് കിട്ടിയിട്ടുണ്ടല്ലോ, 0.6 സ്ക്വയർ, ദറ്റ് ഈസ് 80 വാട്ട്സ്. അതല്ല എങ്കിൽ നേരിട്ട് ഇവിടുന്ന് എടുക്കാം. പി എസ് സ്ക്വയർ, പി ആർ സ്ക്വയർ പ്ലസ് പി എസ് സ്ക്വയർ ഈക്വൽസ് പി അപ്പാരൻറ്റ് സ്ക്വയർ, ഫ്രം വിച്ച് പീസ് ഇത് ഈ ഫാക്ടർ കാണാം. സ്ക്വയർ റൂട്ട് ഓഫ് 100 സ്ക്വയർ മൈനസ് 60 സ്ക്വയർ, ദറ്റ് ഈസ് 80 വാട്ട്സ്. ഇതത് എളുപ്പം. ഇതിനെ പവർ ട്രയാങ്കിൾ എന്ന് പറഞ്ഞ് ഞാൻ തിയറിക്കകത്ത് ചർച്ച ചെയ്തിട്ടുണ്ട്. അത് വളരെ ഉപകരിക്കും, എൻട്രൻസിനൊക്കെ ആണെങ്കിലും വളരെ ഉപകരിക്കും. താങ്ക് യു.